ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഫോർച്യൂൺ 77 ടാരോട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ പേഴ്സന്റെ പെട്ടെന്നുള്ള മാറ്റത്തിനുള്ള റീസൺ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അവര് പെട്ടെന്ന് ഈ ഒരു കണക്ഷനെ ബ്രേക്കപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തിയത്, എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആള് മാറി തുടങ്ങിയെന്നുള്ള റീസൺ ആണ് നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊരു പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം കേട്ടോ. നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ പെട്ടെന്ന് ചേഞ്ച് ആയത്? എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ സഡൻ ചേഞ്ചിനുള്ള റീസൺ എന്താണ്? പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ. 3 ഓഫ് പെന്റിക്കിൾസിന്റെ എനർജീസ് ആണ്. 3 ഓഫ് കോയിൻസ് ആണ് കേട്ടോ. 3 ഓഫ് പെന്റിക്കിൾ തന്നെയാണ്. കോയിൻസ്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ പെട്ടെന്നുള്ള മാറ്റത്തിനുള്ള കാരണം എന്താണ്? ഏസ് ഓഫ് കോയിൻസ്, കിങ് ഓഫ് വാൻഡ്സ്, Knight of Coins. Please guide me divine. പെട്ടെന്നുള്ള ചേഞ്ചിന് റീസൺ എന്താണ്? Ace of Wands. ഏസിന്റെ എനർജീസ് ആണല്ലോ മൊത്തം. Sun card. 7 of Swords. Bottom of the Queen of Wands. ഓക്കെ, ഇവിടെ കിങ് ഓഫ് വാൻസും ക്യൂൺ ഓഫ് വാൻസും വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ മെയിൻ ഇഷ്യൂസ്, ഈ ഒരു കണക്ഷൻ പെട്ടെന്ന് ഉണ്ടാവാനുള്ള ഒരു മെയിൻ റീസൺ എനിക്ക് ഇവിടെ തോന്നുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഈഗോയാണ്. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഈ ഒരു വ്യക്തിയെ കാണാൻ പറ്റുന്നത്. ഈ ഒരു വ്യക്തിയുടെ ഈഗോ കൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് ഈ ഒരു കണക്ഷനിൽ ഒരു എൻഡിങ്സ് സംഭവിച്ചത്. റീഡിങ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ഷനിൽ ഓൾറെഡി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ മേ ബി ഇത് ഇവരുടെ ഫാമിലി ആയിരിക്കാം. തേർഡ് പാർട്ടി നിങ്ങളൊരു മാരിറ്റൽ റിലേഷൻഷിപ്പിലായിരിക്കാം. അപ്പം തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലി ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആവാം, സിറ്റുവേഷൻഷിപ്സുകളാവാം, കുഴപ്പമില്ല. ബട്ട് എന്ത് തേർഡ് പാർട്ടി ആണെന്ന് പറഞ്ഞാലും ഇവർ തേർഡ് പാർട്ടിയിലും നിങ്ങളിലും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടിയിലും നിങ്ങളിലും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഇവർക്കൊരു ക്ലാരിറ്റി ഇല്ലാതായി. എത്രയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ കാമായിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വന്നില്ല, അതിനിപ്പുറം തന്നെ ഈ ഒരു വ്യക്തി അങ്ങോട്ട് ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും. ഓവർ തിങ്കിങ്ങോട് കൂടി ഓവർ തിങ്കിങ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു എനർജി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിൽ അങ്ങ് കൺഫ്യൂഷനായി, ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയാവും. ഈ സിറ്റുവേഷൻസിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ, എനിക്ക് തോന്നുന്നു റീഡിങ്സ് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചിലരൊക്കെ ഡിവോഴ്സ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, ഡിവോഴ്സീസ് ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിലും വിഡോ ആകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു എനർജീസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ജസ്റ്റ് റീസെന്റ് ആയിട്ട് ഫാമിലിയിൽ ഇഷ്യൂസ് കൊണ്ട് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരിക്കും. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു റിലേഷൻ എൻഡ് ആക്കിയതിനു ശേഷം നിങ്ങളുമായിട്ട് വന്ന് കണക്ട് ആവാം, നിങ്ങളെ മാരി ചെയ്യാം ഈ ഒരു വ്യക്തി പ്രോമിസ് ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു എനർജീസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇവരുടെ ഫാമിലിയിൽ അത്ര വലിയ നന്നായിട്ടൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നുള്ളത്. എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും ഒക്കെയാണ്. ഒന്നാമത്തെ കാര്യം, ഇയാളുടെ ക്യാരക്ടർ വെച്ചിട്ട് ഒത്തു പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇവരുടെ ഫാമിലിയിൽ എപ്പോഴും ഇയാളുടെ കൺട്രോളിങ് എനർജീസ് കൊണ്ടായിരിക്കണം ഫാമിലിയിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ ഇവരെവിടെയെങ്കിലും ഉറച്ചൊരിടത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്താണ്. കാരണം നിങ്ങൾ ഒത്തിരി അധികം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പം അവിടെ വൈഫിൽ അല്ലെങ്കിൽ ഫാമിലിയുടെ എനർജി ആകുമ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഇയാളുടെ ക്യാരക്ടർ. അപ്പം അങ്ങനത്തെ ഒരു എനർജീസ്. എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈഗോഡ് എനർജീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും സെയിം എനർജിയിലാണ് ഉള്ളത്. ഒരു കിങ് ഓഫ് ഹാൻഡ്സ് ആണ്, നിങ്ങൾ ക്യൂൺ ഓഫ് ഹാൻഡ്സ് ആണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല എന്നുള്ളൊരു ഭാവത്തില. നീ എന്റെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞാൽ എന്റെ പേഴ്സൺ നിൽക്കുന്നു, നിങ്ങളിരിക്കുന്നത് അവൻ ഇങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ഒരു എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നുള്ളത്. രണ്ടുപേരും ആഗ്രഹിക്കുന്ന എന്താണ്? ന്യൂ ബിഗിനിങ് ആണ്. പക്ഷെ ഇപ്പം നിങ്ങളുടെ പേഴ്സന്റെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആള് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്.
അപ്പൊ ആള് ചിന്തിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ ഇനി പറ്റിച്ചിട്ട് വല്ലതും പോയതാണോ, നിങ്ങൾക്ക് പുതിയ റിലേഷൻഷിപ്പ് ഒക്കെ സെറ്റ് ആയോ, അതുകൊണ്ടായിരിക്കും നിങ്ങൾ വരാതിരിക്കുന്നത് എന്നുള്ള തോട്ട്സിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. അല്ലെങ്കിൽ വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇവരെപ്പോഴും ഇങ്ങനെ പിണങ്ങി പിണങ്ങി പോകുമ്പോൾ നിങ്ങളുടെ കൈയും കാലും പിടിച്ച് നിങ്ങൾ ഇവരുടെ കൈയും കാലും പിടിച്ച് ചെല്ലുന്നുണ്ടാവും. ഇപ്പൊ ചെല്ലുന്നില്ല. അപ്പം ഇവര് നോക്കാണ്, അപ്പൊ എന്നെ പറ്റിച്ചിട്ട് പോയോ, ഇനി വേറെ വല്ല റിലേഷൻഷിപ്പ് സെറ്റ് ആയോ, പുതിയതായിട്ട് ആരെങ്കിലും എൻറ്റർ ചെയ്തോ എന്നൊക്കെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് അവയിൽ പരുവത്തിൽ നിൽക്കുന്ന ഒരു എനർജി ഈ ഒരു വ്യക്തിയുടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാർട്ടിസിപ്പേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിസിപ്പേഷൻ ആണ് കാണിക്കുന്നത്. പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സൺ റേസ് ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്ക് ഒരു ന്യൂ ബിഗിനിങ്ങും ഒരു സ്റ്റെബിലിറ്റിയും കമ്മിറ്റ്മെന്റും ഒക്കെ ഈ ഒരു കണക്ഷനിൽ വരും. പക്ഷേ ആരും തല കുടിച്ചു കൊടുക്കാനായിട്ട് തയ്യാറല്ല എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ച് തല കുടിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇച്ചിരി കൂടി തലയെടുപ്പ് വീണ്ടും കൂടും. അതുകൊണ്ട് നിങ്ങൾ എന്ത് തീരുമാനിച്ചു, ഞാനായിട്ട് ഇനി അങ്ങോട്ടേക്ക് ആക്ഷൻ എടുത്തിട്ട് ഞാൻ ചെല്ലുന്നില്ല, അയാൾ വരുന്നെങ്കിൽ വരട്ടെ. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ടിരിക്കാതെ വെറുതെ വന്നും പോയി നിൽക്കുന്ന ഒരു എനർജി കൊണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വന്നും പോയി നിൽക്കുന്നത് കൊണ്ട് എന്താ കാര്യം ഇരിക്കുന്നത്? അവിടെ ഒരു കമ്മിറ്റ്മെന്റോ സ്റ്റെബിലിറ്റിയോ ഒന്നും ഉണ്ടാകത്തില്ല. വരുവാണെങ്കിൽ പെർമനന്റ് ആയിട്ട് വരണം. വെറുതെ ഈ വന്നും പോയി നിൽക്കുക, അല്ലെങ്കിൽ കണക്ഷനെ സ്റ്റക്ക് ആക്കുക, ഒരു പോയിന്റിൽ ഈ ഒരു കണക്ഷൻ ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ എൻഡ് ആയി എന്നുള്ള ഒരു എനർജി ആയിരിക്കും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. ചില സമയത്ത് ഈ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നും, ചില സമയത്ത് ഈ ഒരു കണക്ഷൻ ടോട്ടലി എൻഡ് ആയെന്ന് തോന്നും. പക്ഷെ വീണ്ടും ഇത് റീകണക്ട് ആവും ഈ ഒരു വ്യക്തി വന്ന് നിങ്ങളിലേക്ക്. ആ ഒരു എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും സെൽഫിഷ് ആയിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു കണക്ഷനെ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ജെനുവിൻ ആയിട്ടുള്ള ഒരു റീസൺസും ഇല്ല ഇവിടെ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ വേണ്ടിയിട്ട്. എല്ലാം ഒത്തിരി അധികം ഓവർ തിങ്കിങ്ങിന്റെ എനർജീസ് ആണ്. ഓവർ തിങ്ക് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, പ്രസന്റ് എനർജി കണക്ഷനിൽ നോക്കുവാണെങ്കിൽ കണക്ഷൻ ഓവറോൾ എനർജി സ്റ്റക്കായിരിക്കുകയാണ് കണക്ഷൻ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള ഒരു എനർജിയുടെ നിങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ്, ഞാൻ ഇനി ഒരു തരത്തിലുള്ള എഫോർട്ടും എടുക്കത്തില്ല ഈ ഒരു കണക്ഷനിൽ, ടയേർഡ് ആയിട്ടുണ്ട്. വൈ ഹിയർ ഈസ് 3 ഓഫ് കോയിൻസ്. വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ പെട്ടെന്നുള്ള മാറ്റത്തിനുള്ള റീസൺ എന്താണ്? വൈ ഹിയർ ഈസ് 3 ഓഫ് കോയിൻസ് ഡിവൈൻ ഗോയിങ് വിത്ത് ഫ്ലോ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ ഒരു ഗോയിങ് വിത്ത് ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വരുന്നത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളും സെയിം എനർജിയിൽ തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും മിറർ ചെയ്യുന്ന ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വൈ ഹിയർ ഈസ് 5 ഓഫ് ഹാൻഡ്സ് ഡിവൈൻ ഇന്റഗ്രിറ്റി. ടിൻ ഫ്ലെയിം എനർജീസ് ആവാനുള്ള സാധ്യതയുണ്ട് ഇവിടെ. നിങ്ങൾ ടിൻ ഫ്ലെയിമുമായിട്ടായിരിക്കാം ഡീൽ ചെയ്തത് നിങ്ങളുടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഓരോ സൈക്കിൾസിന്റെ പ്രോബ്ലംസ് ആണ് ഇങ്ങനെ ഒരു സെപ്പറേഷൻസ് ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് ചേഞ്ച് ആവുന്നുണ്ടാവും. നിങ്ങൾ ടിൻ ഫ്ലെയിം ജേണിയിലല്ല ഉണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആവുന്ന ആ ഒരു ടൈമിലായിരിക്കും. ശരിക്കും പറയില്ല, നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഫുൾ വേൾഡ് വെട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു ലോകം മുഴുവൻ കീഴടക്കി എന്നുള്ള ഒരു എനർജി ആയിരിക്കും. അത്രയ്ക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും എന്റെ ലോകം എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നുള്ളത്. പക്ഷെ രണ്ടുപേർക്ക് ഈഗോ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കും ഇപ്പം റീസെന്റ് ആയിട്ട് ഈഗോ വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ പേഴ്സണും ഓൾറെഡി ഈഗോ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു വ്യക്തി എക്സ്പ്രസ് ചെയ്യുന്നില്ല, അതാണ് മെയിൻ റീസൺ. വൈ ഹിയർ ഈസ് ഏസ് ഓഫ് കോയിൻസ് ഡിവൈൻ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വല്ലാത്തൊരു ഇല്യൂഷനിൽ നിൽക്കുകയാണ്. ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുകയാണ് ഈ ഒരു വ്യക്തി. എന്താ നിങ്ങൾ വരാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ വരാത്തത് എന്നുള്ള രീതിക്ക് ഡൗട്ട് അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നിങ്ങൾ വരുമോ നോക്കട്ടെ, നിങ്ങൾ ചെന്ന് നിങ്ങൾ അപ്രോച്ച് ചെയ്യുമോ നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഒരു ആക്ഷൻ എടുക്കാം എന്നുള്ള ഒരു എനർജിയിലാണ് ഇവരിപ്പോ ചിന്തിക്കുന്ന. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. ശരിക്കും നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടില്ല. എപ്പോ വേണമെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ എൻറ്റർ ചെയ്യാം. പക്ഷെ ഇവരുടെ ഒരു ഈഗോ വെച്ചിട്ട് ഇവരത് ചെയ്യുന്നില്ല. നിങ്ങൾ ശരിക്കും ഈഗോയിലല്ല നിൽക്കുന്നുള്ളൂ, നിങ്ങൾ സെൽഫ് റെസ്പെക്ട് എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് ഒക്കെ ലൂസ് ചെയ്തു, ഇനി കളയാനായിട്ടൊന്നും ഇല്ല ബാക്കി. ആ ഒരു എനർജീസ് എവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളെ വെയിറ്റിംഗിലാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് വീണ്ടും വീണ്ടും ആ ഒരു എനർജീസ് ആണ് ഇവിടെ വരുന്നുള്ളത്. ഇല്യൂഷനിലാണ് ഇവിടെ നിൽക്കുന്നുള്ളത് ആ ഒരു വ്യക്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്, ആക്ഷൻ എടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നങ്ങളൊന്നും ഇയാളുടെ ലൈഫിലേ ഇല്ല.
പക്ഷെ നമ്മൾ എപ്പോഴും പ്രശ്നങ്ങളില്ലെങ്കിലും പലരുടെ ഒരു അസുഖമല്ല, എപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെ സംഭവിക്കും അങ്ങനെ ഓൾറെഡി അത് സംഭവിക്കണം, സംഭവിച്ചാലല്ലേ ഉള്ളൂ. സംഭവിക്കുന്നില്ലാത്തടത്തോളം കാലം അങ്ങനെ ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നുള്ള ഒരു എനർജി ഇല്ല. പിന്നെ നമ്മുടെ ലൈഫിലെ മിക്ക കാര്യങ്ങളും നമ്മൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന, അത് ചുമ്മാ ഉണ്ടായി വരുന്നൊന്നുമല്ല. ഇവരുടെ മനസ്സ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ മൈൻഡ് പറയുന്ന കാര്യം വേണ്ട, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ട. അപ്പം ഈ രണ്ട് തോട്ട്സ് ഇവരുടെ മൈൻഡിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുകയാണ്. വല്ലാത്തൊരു മെന്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് ഈ ഒരു വ്യക്തിക്ക്. വന്ന് സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ ഈഗോ ഹേർട്ട് ആവും, അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് പോകും, അയാളുടെ ഇമേജ് പോകും, നിങ്ങളുടെ മുന്നിലുള്ള വാല്യൂ പോകും എന്നുള്ള ഫിയർ ഒക്കെയാണ് ഇപ്പൊ ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉള്ളത്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും അവരിങ്ങോട്ട് വന്ന് ആക്ഷൻ എടുക്കാനും കണക്ട് ആവാനും ഒക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ഒരു എനർജി. ഇവർക്ക് ഈ ഒരു കണക്ഷനിൽ ചേഞ്ച് വേണം, പക്ഷെ ഈഗോ ഭയങ്കരമാണ് ഇവിടെ. മെയിൻ ആയിട്ട് ഈ ഒരു കണക്ഷനിൽ ഇത്രയും ഈ ഒരു കണക്ഷൻ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഒരു സെപ്പറേഷന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈഗോ തന്നെയാണ്. ഈഗോ കൊണ്ടാണ് ഈ ഒരു കണക്ഷൻ ഇത്രയും കൊളായിട്ടുള്ളത്, ഇത്രയും ഒരു എൻഡിങ്സിന്റെ സ്റ്റേജിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു കണക്ഷനിൽ ഒരു ഗ്രോത്ത് ഇല്ലാത്തതിന്റെ റീസൺ അതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇയാൾ പോകുന്നതിന് മെയിൻ റീസണും ഇയാളുടെ ഈഗോ ഹേർട്ട് ആവുന്നത് കൊണ്ടാണ്. ഇവർക്ക് നിങ്ങളോട് നല്ല രീതിക്ക് ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. അത് ഇവർക്ക് തന്നെ ഇപ്പം റിയലൈസ് ആവുന്നുണ്ട്. ഞാൻ എത്രമാത്രം ആ ഒരു അല്ലെങ്കിൽ പേഴ്സണെ സ്നേഹിച്ചിരുന്നു എന്നുള്ള റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട്. പക്ഷെ ഇവര് എത്രയൊക്കെ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ എക്സ്പ്രസ് ചെയ്യത്തില്ല എന്നുള്ളൊരു മട്ടും ഭാവത്തിലുള്ള ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും, ഒരു ടവർ മൂവ്മെന്റ് ഉണ്ടായാലും, ഇവന് തല പോയാലും ഞാൻ ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യത്തില്ല, വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. എത്രമാത്രം ഇമോഷൻസിനെ സപ്രസ് ചെയ്യാണ്. നമ്മൾ പറയത്തില്ല, ഒരു കപ്പ് നിറഞ്ഞിങ്ങനെ വെള്ളം പോകുന്നൊരു എനർജി ഉണ്ടല്ലോ, ഓവർഫ്ലോയിങ് ഓഫ് ലവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും ഒരു ഓവർഫ്ലോയിങ് ഓഫ് ലവും ഇമോഷൻസും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുണ്ട്, പക്ഷെ എക്സ്പ്രസ് ചെയ്യില്ല. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ഇവരെ കരുതുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾക്കിപ്പോ ഭയങ്കരമായിട്ട് ഒരു കണ്ടീഷനിങ്ങിന്റെ എനർജിയില്ല. അപ്പൊ നിങ്ങൾ തന്നെ ഓൾറെഡി ഈ ഒരു വ്യക്തിയോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം. എനിക്ക് കമ്മിറ്റ്മെന്റ് വേണം, സ്റ്റെബിലിറ്റി വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൺ ആൻഡ് ഓഫ് എനർജിയിൽ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇതിനൊരു തീരുമാനം വേണമെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു വർത്തമാനങ്ങൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ ഫീൽ ചെയ്യുന്ന എന്താണ്, ആരോ ഒരാൾ സെറ്റ് ആയിട്ടുണ്ട്, ആരോ ഒരാൾ ലൈഫിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് എന്നോടൊരു ഇമോഷൻസും ഫീലിങ്സും ഇല്ലാത്തതുപോലെ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഒരു സിറ്റുവേഷൻഷിപ്പിൽ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഹേർട്ട് ആവുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കുറെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ പേഴ്സണ് യാതൊരു വിധത്തിലുള്ള അതിന്റെ മൈൻഡോ കാര്യങ്ങളോ ഇല്ല, അയാളെ ഹേർട്ട് ആവുന്നില്ല. നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ വേണം എന്നുള്ള ഒരു എനർജി അവർക്കുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ നിങ്ങളൊരു സ്റ്റെബിലിറ്റിയോട് കൂടി അവരുടെ ലൈഫിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, ഒരു ക്ലാരിറ്റിയോട് കൂടി നിൽക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ റോൾ എന്താണെന്ന് എക്സാക്ട് നിങ്ങൾക്ക് അറിയണം. അതാണ് ഇവിടെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. കണ്ടീഷനിങ്ങിന്റെ എനർജി അതാണ് ഇവിടെ വരുന്നുള്ളത്. സോ ഇവർക്ക് ഈ ഒരു കണക്ഷൻ എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാൽ അബൻഡൻസ് ആണ്. അതിപ്പം എല്ലാ തരത്തിലും ഇവരെ ഇമോഷണലി നിങ്ങൾ ഫുൾഫിൽ ആക്കുന്നു, എല്ലാ തരത്തിലും ഇവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. സാറ്റിസ്ഫാക്ഷൻ മീൻസ് അബൻഡൻസ്. എല്ലാവർക്കും അബൻഡൻസ്. ചിലർക്ക് അബൻഡൻസ് എന്ന് പറയുന്നത് ക്യാഷ് ആയിരിക്കാം, ചിലർക്ക് ലവ് ആയിരിക്കാം. ഇവിടെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള അബൻഡൻസും നിങ്ങളിലുണ്ട്. ഗ്ലാമർ ഉണ്ട്, നിങ്ങൾ വളരെയധികം സുന്ദരനാവാം, സുന്ദരിയാവാം, നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള നല്ലൊരു പാർട്ട്ണറിനുള്ള ക്വാളിറ്റീസ് ഉണ്ട്, നല്ലൊരു സ്നേഹിക്കാനുള്ള മനസ്സുണ്ട്. എല്ലാ തരത്തിലും നിങ്ങൾ കംപ്ലീറ്റ് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു വൈഫി മെറ്റീരിയൽ, ഹസ്ബൻഡ് മെറ്റീരിയൽ ആണെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ഇവർ മാരീഡ് ആണെങ്കിൽ ഇവരുടെ പാർട്ട്ണറിന് കിട്ടാത്ത ഒരു സ്നേഹവും കെയറും ഒക്കെ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവർക്ക് എല്ലാ തരത്തിലും ഈ ഒരു കണക്ഷൻ അബൻഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു കണക്ഷൻ വിടാനുള്ള മനസ്സുമില്ല. അതാണ് ഇവര് നിങ്ങളിൽ നിന്ന് പോയിട്ടും വീണ്ടും വീണ്ടും റിട്ടേൺ വരുന്ന റീസൺ അതാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, പലപ്പോഴും എന്താ പറയാ, ചില കാര്യങ്ങളൊക്കെ വളരെ റെയർ ആയിട്ടായിരിക്കും കിട്ടുന്നത് നമ്മുടെ ലൈഫിൽ. അപ്പം നമ്മളത് വിട്ടുകളയാനായിട്ട് ആഗ്രഹിക്കുകയല്ലോ. പക്ഷെ ഇയാൾക്കൊരു ബുദ്ധിയില്ല. ലൈക്ക് ഇത്രയും ജെമ്മ അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ള ഒരു ജെം നമുക്ക് കിട്ടുമ്പോൾ എന്താണ്, നമ്മളത് വളരെ സൂക്ഷിച്ച് കണ്ട് ഭദ്രമായിട്ട് വെക്കണം, നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ. നിങ്ങൾ വളരെ റെയർ ആയിട്ടുള്ള ഒരു ജെമ്മാണ്. അപ്പം അതിനെ സൂക്ഷിച്ച് വെക്കുന്നതിന് വേറെ ഈ ഒരു വ്യക്തി എന്താ, അതിനെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ എങ്ങനെ ഇയാൾക്ക് നിങ്ങൾ ലൈഫ് ലോങ് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഐഡിയ ഈ ഒരു വ്യക്തിക്കില്ല. അതാണ് മെയിൻ ആയിട്ടും.
കേരള ഉള്ള ടൈമിൽ കെയർലെസ് ആയിട്ട് നടക്കും, നഷ്ടപ്പെട്ടു പോകുമ്പോൾ അയ്യോ അത് പോയല്ലോ എനിക്കത് വേണം എന്നുള്ള ഒരു എനർജി, ആ ഒരു എനർജിയാണ് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ഭയങ്കരമായിട്ടും കണക്ഷൻ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. ഇവർ ഇൻഡ്യൂഷൻ പറയുന്നത്, ഇൻഡ്യൂഷൻ ഇവരെ ഗൈഡ് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യണം. സോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കാരണം നിങ്ങൾ ടിൻ ഫ്ലെയിം ജേർണിയിലായിരിക്കാം. ടിൻ ഫ്ലെയിംസ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന സോളിന് എന്താണ് എപ്പോഴും മറ്റേ സോളിനോട് കണക്ട് ആയിട്ടിരിക്കണം എന്നുള്ള ഒരു ക്രേവിങ്സ് ഉണ്ടാവാറുണ്ട്. അതിങ്ങനെ എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന സോളുമായിട്ട് എപ്പോഴും മുട്ടിയൊരുമി നിൽക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഫിസിക്കൽ ബോഡി എപ്പോഴും അതിനെക്കുറിച്ച് അവെയർ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ലൗകികമായിട്ടുള്ള ചിന്തകളായിരിക്കും, ഈഗോയും ആറ്റിറ്റ്യൂഡ്സും അതുപോലെ മെറ്റീരിയലിസ്റ്റിക് ഫോക്കസും ഒക്കെ ആയിരിക്കും. നമ്മൾ നമ്മുടെ സോളിന്റെ ഇൻറ്റ്യൂഷനെ അല്ലെങ്കിൽ സോള് പറയുന്ന കാര്യങ്ങളോ സോളിന്റെ സങ്കടങ്ങളോ ഒന്നും നമ്മൾ കേൾക്കാറില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ സമയവും കണ്ടെത്താറില്ല. സോളിനുള്ള ഒരു മുറിവുകള്, ആ പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുള്ള കർമാസുകൾ, അതൊന്നും ഹീൽ ചെയ്യാനായിട്ട് ഒന്നും ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല. നമ്മൾ ബിസി ലൈഫാണ് എപ്പോഴും. അപ്പൊ നമ്മൾ ഇപ്പൊ പ്രസന്റ് ലൈഫിൽ എന്താണ് നമ്മൾ പാസ്റ്റ് ലൈഫിലെ കർമാസും കൂടി ഈ ഒരു ലൈഫിൽ ചെയ്ത് തീർക്കുന്നുണ്ട്. മനസ്സിലായി? ഇവര് സോൾ ഒത്തിരിയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കണക്ട് ആയിട്ടിരിക്കാൻ, പക്ഷെ ഇവര് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സോള് പറയുന്ന കാര്യത്തെ ആ ഒരു ഗൈഡൻസിനെ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. സോള് പറയുന്ന ഒരു കാര്യം അങ്ങോട്ടേക്ക് കണക്ട്, അവിടെ എല്ലാ തരത്തിലുള്ള അബൻഡൻസ് ഉണ്ട്, എനിക്ക് അവിടെയാണ് ഹാപ്പിനെസ്, എനിക്ക് ആ ഒരു സോളിനോട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ബട്ട് ഈ ഒരു വ്യക്തി എന്താണ്, ഇവരുടേതായിട്ടുള്ള ഈഗോയിലാണ് നിൽക്കുന്നുള്ളത്. ഇവര് സോള് പറയുന്നതല്ല, ഒരാൾ പറയുന്ന കാര്യങ്ങൾ പോലും ലിസൺ ചെയ്യാൻ റെഡിയല്ല ഇവരുടെ ഈഗോ വിട്ടിട്ട്. പ്ലീസ് ഗൈഡ് മീ വ്യൂസിന്റെ പേഴ്സന്റെ സഡൻ ചേഞ്ച് റീസൺ എന്താണ്? ട്രസ്റ്റ്, ഐ ഡോണ്ട് നോ, ബട്ട് ഈ ഒരു വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു കണക്ഷൻ എന്റെ അടുത്തേക്ക് വരും, ഈ ഒരു വ്യക്തി എന്റെ അടുത്തേക്ക് വരും, കാരണം അവരെന്നെ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട്. ആ ഒരു റിയലൈസേഷൻ ഇവിടെ ഇവർക്ക് ഈ ഒരു വ്യക്തിക്കുണ്ട്. എത്രയൊക്കെ ഈഗോയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണെന്ന്, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചതെന്ന് ഒരു വ്യക്തിക്ക് അറിയാം. അപ്പൊ കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും നിങ്ങൾ വരും എന്നുള്ള രീതിക്ക് വെയിറ്റിംഗിലാണ് ഈ ഒരു വ്യക്തി. അതുകൊണ്ടാണ് ഇവിടെ ഗോയിങ് വിത്ത് ദി ഫ്ലോയിൽ വന്നത്. നിങ്ങൾ വരുന്നോളം വരെ ഇവരൊരു ഗോയിങ് വിത്ത് ദി ഫ്ലോ എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കാമെന്ന് തന്നെയാണ്. ഗോയിങ് വിത്ത് ദി ഫ്ലോ എന്താണോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പോകാം, പിന്നീട് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു എനർജി. സോ ആ ഒരു ഗോയിങ് വിത്ത് ഫ്ലോയിലാണ് ഇവിടെ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ നിൽക്കുന്നുള്ളത്. അതാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും അവരുടെ അടുത്തൊന്ന് കാണാൻ പറ്റാത്തത്. അവര് വിചാരിക്കുമ്പോൾ നിങ്ങൾ വരട്ടെ, നിങ്ങൾ വിചാരിക്കുമ്പോൾ അവര് വരട്ടെ എന്ന്. നിങ്ങൾ ചെന്നെന്ന് പറഞ്ഞാലും ഇതൊക്കെ തന്നെയായിരിക്കും. ഈ ഒരു എനർജി എന്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു, മൊമെന്റ് ടു മൊമെന്റ്. ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നിമിഷം എങ്ങനെയൊക്കെയോ തള്ളി നീക്കുന്നത്. പക്ഷെ ഹാപ്പി ഒന്നും അല്ല, ഹാപ്പി അല്ലാഞ്ഞിട്ട് പോലും മനസ്സിൽ ആ ഒരു കോൺഫ്ലിക്റ്റിനെ, ആ ഒരു ഫ്രസ്ട്രേഷനെ ഒക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട് എങ്ങനെയൊക്കെയോ ഒരു ദിവസവും തള്ളി നീക്കിക്കൊണ്ട് പോവുകയാണ്. നമുക്ക് ഒരു ദിവസം നമുക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടികൾ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ. അതുകൊണ്ട് അയാൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ലൈഫിൽ പോകുന്നു മുന്നോട്ടേക്ക്. അത് ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. ഇവർ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഇല്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എപ്പോ വേണേലും ഈ ഒരു വ്യക്തിക്ക് അവിടെ ചെല്ലാം എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നുള്ളത്. അതായത് നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ലവ് ആണ് ഈ ഒരു വ്യക്തിയോട്. അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങൾ ഇവരെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് ഇയാളുടെ ഒരു ഹാർട്ട് ചക്ര ഹീലിംഗ് ആവശ്യമാണ് ഈ ഒരു വ്യക്തിക്ക്. ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ഉണ്ടാവും. അപ്പൊ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ഉള്ളപ്പോ എന്താണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്നല്ല, ഏതൊരു വ്യക്തി തരുന്ന ലവിനെയും കെയറിനെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോക്കേജസ് മാറണം ഹാർട്ട് ചക്രയുടെ. ഇനി അങ്ങനല്ല എന്നുണ്ടെങ്കിൽ ഹാർട്ട് ചക്രയിൽ ബ്ലോക്കേജസ് ആണെങ്കിൽ ആ ഒരു സ്നേഹത്തിനെ റിസീവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അത് അവർ എത്ര സ്നേഹം കാണിച്ചാലും അവർക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല. അവരുടെ ആ ഒരു എനർജിയിലായിരിക്കും അവരവിടെ നിൽക്കുന്നുള്ളത്. ഓക്കെ, സോ അപ്പൊ ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ മെയിൻ ആയിട്ടും ഈഗോയാണ് നിങ്ങളുടെ കണക്ഷനിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ. ഈ ഒരു കണക്ഷൻസ് പെട്ടെന്ന് ഒരു ചേഞ്ചസ് ഈ ഒരു കണക്ഷനിൽ വരാനൊരു നോ കോണ്ടാക്ട് വരാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ ഈഗോയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇയാളുടെ ഈഗോ ഹേർട്ട് ആകും. അപ്പോ ഈഗോ ഹേർട്ട് ആകുമ്പോൾ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ട് ഈ ഒരു വ്യക്തി റിട്ടേൺ പോകും, ഇല്ലാത്ത പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നുണകളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് പോയിട്ട് വീണ്ടും തിരിച്ചു വരുന്നുണ്ടാവും, നിങ്ങളെ മിസ് ചെയ്യുന്നു. ഈ ഒരു എനർജീസ് ആണ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. റീഡിങ്സിൽ നിന്ന് എനിക്ക് ഒരു കാര്യമാണ് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദി ബെൽ ഐക്കൺ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.